ഹായ് ഫ്രണ്ട്സ്, കാണാൻ വളരെ ഭംഗിയുള്ളതും വളരെ എളുപ്പവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോക്സ് ഫ്ലവേഴ്സാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പിയാണ്, ഗോൾഡൻ വയർ. അത് നല്ലതുപോലെ ഈ കാണിച്ച കണക്ക് തന്നെ ഷേപ്പിൽ നല്ലതുപോലെ തിരുമ്മി ഈ ഒരു ഷേപ്പ് അനുസരിച്ചായിരിക്കും നമ്മൾ ആ ഫ്ലവർ വരുന്നത്. ആ കമ്പിയുടെ ഒരു ഷേപ്പാണ് ഈ ഓരോ പെറ്റൽസായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പം വളച്ച് നമ്മളത് സോക്സ് അതിൻ്റെ അകത്ത് വെച്ച് മൂടി വരിഞ്ഞ് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗോൾഡൻ വയറിൻ്റെ ആ ഒരു ഭംഗി അതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്ന ഒരു ഭംഗിയായിട്ട് വരും. കണ്ടില്ലേ, നല്ലതുപോലെ മുറുക്കി കെട്ടി തന്നെ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഫ്ലവറിന് കുറച്ചും കൂടി ഭംഗിയും മാത്രമല്ല, നല്ലൊരു ടൈറ്റായിട്ടിരിക്കാനും ഒട്ടിക്കുന്നതിലും ഭേദം ഇത് സോക്സ് കെട്ടിയെടുക്കുന്നത് തന്നെയാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് റോസ് ഫ്ലവറാണ്. മൊട്ട് പോലത്തെ റോസ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടിഷ്യൂ പേപ്പർ നമ്മൾ യൂസ് ചെയ്ത് ആ ടിഷ്യൂ പേപ്പറിനെ ഒരു മൊട്ടിൻ്റെ ഷേപ്പിൽ, അതായത് ഒരു ത്രികോണമായിട്ട് കണ്ടില്ലേ, നമ്മൾ ചുരുട്ടി എടുത്ത് വെച്ച് അത് കമ്പിയിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചുരുട്ടി വെച്ച് അത് കമ്പിയിൽ നല്ല രീതിയിൽ ചുറ്റി വരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് എങ്ങനെ ചുരുട്ടി കൂട്ടിയാലും ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ, ഇതെന്ന് വെച്ചാൽ നമ്മൾ നല്ലതുപോലെ ഒരു കോൺ പോലെ മടക്കി അതിൻ്റെ അകത്തോട്ട് വീണ്ടും മടക്കി ചുറ്റിയെടുക്കുമ്പോഴാണ് നല്ല ടൈറ്റായിട്ട് പൊള്ളയായിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് ഇതുപോലെ നമ്മുടെ കൈവച്ച് തന്നെ ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഷേപ്പാണ്. ഇനി അതിലോട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ പെറ്റൽസുകളും നമ്മൾ ഇതുപോലെ വരിഞ്ഞ് കെട്ടിയെടുക്കുന്ന ഓരോ പെറ്റൽസുകളും കണ്ടില്ലേ പ്രസ് ചെയ്ത് ആ ഒരു ഷേപ്പ് അനുസരിച്ച് നമ്മൾ അമർത്തുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഭാഗം അമർന്നിരിക്കുകയും ചെയ്യും. ആ ഒരു സെൻറ്റർ ഭാഗം പിടിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു മുട്ട് പോലെ തന്നെ അത് വിടർന്ന് വരാനും ഒരു സൈഡ് കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് വെച്ച് നമ്മളിത് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല റോസ് ഫ്ലവറാണ്. ഇത് പല കളറിലെ സോക്സ്, ഇത് ഡബിൾ കളറിലെ സോക്സുകളാണ്. ഇതിപ്പോൾ 3 ഫ്ലവറാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. 3 ഫ്ലവറും അതുപോലെ തന്നെ 3 ലീവ്സും ആയിട്ടാണ് ചെയ്യുന്നത്. വെറുതെ നമ്മൾ അതും കെട്ടി വരിഞ്ഞ് നല്ല ടൈറ്റായിട്ട് തന്നെ ഈ ഒരു ഫ്ലവേഴ്സ് കെട്ടിയെടുക്കുക തന്നെ വേണം. അതിനുശേഷം നമ്മൾ ഗ്രീൻ ടേപ്പ് എടുത്ത് നല്ലതുപോലെ ചുറ്റി വരിഞ്ഞെടുക്കുകയാണ്. നമുക്ക് കാണാൻ ഏറെ ഭംഗിയുള്ളത് ഈ ഫ്ലവേഴ്സ് ഐറ്റംസ് തന്നെയാണ്. ഇനി അതിൻ്റെ ഒരു ലീവ്സിന് വേണ്ടിയിട്ട് നമ്മളിതാ കമ്പി എടുത്ത് രണ്ടായിട്ട് മടക്കി, കണ്ടില്ല, ആ ഒരു മുനമ്പ് നല്ല ടൈറ്റായിട്ട് മടക്കിയതിന് ശേഷം മറ്റുള്ളതെല്ലാം കൈയുടെ ഈ നഖം വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു സൈഡിലെ ഷേപ്പ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിയും. അത് വെച്ച് നമ്മൾ ആ ഒരു സോക്സ് എടുത്ത് കെട്ടിയെടുക്കുകയാണ്. ഇനിയെന്ന് വെച്ചാൽ ആ ഫ്ലവറിനെ നമ്മൾ റോസ് ഫ്ലവറിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു പെറ്റൽസ് പോലെ കാണുന്നതിന് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതും ഈ ഗ്രീൻ ടേപ്പിൽ നമ്മൾ 3 എണ്ണം കട്ട് ചെയ്ത് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. 3 ഫ്ലവർ വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ഭംഗിയുള്ളതുമായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഈ ഒരു സോക്സ് കൊണ്ട് ഉള്ള ഈ ഫ്ലവേഴ്സ്. മനോഹരമായിട്ടുള്ള ഇതുപോലെ തന്നെ നമുക്ക് 2-3-4 മുട്ടും ഇതേ ഐറ്റമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, അതെല്ലാം ചുറ്റി വരിഞ്ഞ് നമ്മൾ പിന്നെ ആ ഓരോന്ന് ചെയ്ത് വരിക്കുന്ന ഓരോന്നും നമ്മൾ ചുറ്റി വരിഞ്ഞ് നമുക്ക് യഥേഷ്ടം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മോഡൽ അനുസരിച്ച് നമുക്ക് യഥേഷ്ടം ആ ഫ്ലവറിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് ഇതുപോലെ ചുറ്റി വരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ആ ലീവ്സ് അതേപോലെ ഓരോന്നിൽ വെച്ച് നൂല് കൊണ്ട് കെട്ടിയതിന് ശേഷം ടേപ്പ് തൊട്ട് ചുറ്റി വരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ആക്കി എടുക്കാൻ പറ്റും.